السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, എനിക്ക് ഈ പ്രിയപ്പെട്ട സിംസാബുൽ ഹഖ് ഹുദവിനോട് വല്ലാത്ത സ്നേഹമാണുള്ളത്. ചെറിയ സ്നേഹമല്ല, വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിന് കാരണം അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ സാധാരണ കേൾക്കാറുണ്ട്. എന്റെ സ്വന്തം ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ അതിലുണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എന്റെ പല സുഹൃത്തുക്കളും പിന്നെ അബുദാബിയിലുണ്ട്. സാധാരണക്കാരായ പല ആളുകളും അബുദാബിയിലൊക്കെ ഉണ്ട്. അവരൊക്കെ സ്ഥിരമായി ഈ സിംസാബുൽ ഹഖ് ഹുദവിയുടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാറുമുണ്ട്. സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാണ്. അവരിലും മാത്രമല്ല, അവരുടെ കുടുംബത്തിലും ഈ സിംസാബുൽ ഹഖ് ഹുദവിയുടെ പ്രസംഗം വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. വളരെ മോശമായി കഴിഞ്ഞിരുന്ന പല യുവാക്കളും വലിയ ആദിര്യങ്ങളായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിക മര്യാദകൾ അനുസരിച്ച് സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു മാറ്റം അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് വളരെ സ്നേഹം. എന്നാൽ ഇപ്പോഴത്തെ ഈ തിരുത്തലോട് കൂടി അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നതിന്റെ 100 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. 100 ഇരട്ടി ഇത് ഉണ്ടായിരുന്നതിനേക്കാൾ 100 ഇരട്ടി ആ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. അതാണല്ലേ, അതെ. പിന്നെ ഒരു വിഷയം, ആ വിഷയത്തിൽ തിരുത്തി കൊടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. പടച്ചോനെ, എന്റെ തെറ്റുണ്ടാവുമ്പോൾ അത് തിരുത്തി തരാൻ ആളുണ്ടല്ലോ എന്ന സന്തോഷം. എന്ന് മാത്രമല്ല, അത് എത്രയും വേഗം അതുകൊണ്ട് ജനങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി അത് എത്രയും വേഗം ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുക എന്ന ഈ ഒരു സ്വഭാവം അത് നല്ല മുഅ്മിനീങ്ങൾക്ക്, നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ വിഷയമാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വിഷയം ഉണ്ടായപ്പോൾ എനിക്ക് തന്നെ പല ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. മാലിക്കി മദ്ഹബിലെ കിതാബുകൾ നോക്കിയപ്പോൾ നിക്കാഹ് സഹീഹാവാൻ സാക്ഷികൾ ആവശ്യമില്ല എന്ന് കരുതി അതുകൊണ്ട് തന്നെ അത് പിന്നെ ജിമാഇന്റെ മുമ്പായിക്കൊണ്ട് സാക്ഷികളെ ഹാജരാക്കിയാൽ മതി, വഖഇന്റെ മുമ്പ്, ദുഖൂലിന്റെ മുമ്പ് സാക്ഷികളെ ഹാജരാക്കിയാൽ മതി എന്നൊക്കെ കിതാബുകളൊക്കെ കണ്ടപ്പോ ഞാനും അങ്ങനെ കരുതിയിരുന്നു. അപ്പൊ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പറ്റും എന്ന് തന്നെ ഞാനും കരുതിയിരുന്നു. പക്ഷേ പിന്നീടാണ് ബഹുമാനപ്പെട്ട MT ദാരിമി, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി, അതുപോലെ തന്നെ നമ്മുടെ ജലീൽ ദാരിമി പോലെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ പാടാ വിഷയങ്ങളൊക്കെ ഒന്ന് കൈകാര്യം, കിതാബുകളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുകയും മറ്റൊക്കെ ചെയ്തു. അങ്ങനെ MT ദാരിമി ആ വിഷയത്തിൽ വളരെയധികം ശ്രമം നടത്തി. അങ്ങനെ കുറച്ച് ഇബാദത്തുകളൊക്കെ കിട്ടി. ബഹുമാനപ്പെട്ട സിംസാബുൽ ഹഖ് ഹുദവിയെ ഞാൻ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകും. സാധാരണ ആളുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ അതിമന്തെങ്കിലും തൂങ്ങാൻ നോക്കൂല്ലേ, എങ്ങനെയും ന്യായീകരിക്കാൻ, തന്റെ അടുക്ക തെറ്റ് പറ്റിയാൽ ആ തെറ്റി ന്യായീകരിക്കാൻ വേണ്ടിയ സമയം അതല്ല, ആ ഇബാദത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം. അൽഹംദുലില്ലാ, അത് വ്യക്തമായ നസ്സാണല്ലോ, ഞാൻ പറഞ്ഞതിന് എതിരിൽ ഉള്ള വ്യക്തമായ നസ്സാണല്ലോ. അൽഹംദുലില്ലാ, നമുക്ക് സത്യം ബോധ്യപ്പെട്ടല്ലോ. ഇൻഷാല്ലാഹ് അത് എത്രയും ഞാൻ തിരുത്തും എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം ലണ്ടനിലായിരുന്നു. പിന്നീട് ലണ്ടനിൽ നിന്ന് അദ്ദേഹം UAE വന്നു. ഉടൻ തന്നെ പെട്ടെന്ന് അദ്ദേഹം നാട്ടിലേക്ക് പോയി. അങ്ങനെയുള്ള ആ തിരക്ക് പിടിച്ച പല യാത്രകളും മറ്റൊക്കെ ഉണ്ടായത് കാരണം അത് തിരുത്താൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളത് മാത്രമാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ ഇബാദത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല. വല്ലാത്തൊരു സന്തോഷവും ആ ഇബാദത്ത് അദ്ദേഹത്തിന് കൈമാറിയതിന്റെ പേരിൽ അദ്ദേഹം പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ആ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. മൊത്തത്തിൽ എനിക്ക് സിംസാബുൽ ഹഖ് ഹുദവി വല്ലാത്തൊരു വിനയാന്വിതനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ഒരു പ്രശസ്തനായ വ്യക്തിയാണ്. അല്ലേ, നിങ്ങൾ നോക്കിവിടെ സാധാരണ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അദ്ദേഹം UAE ഉണ്ടാകുക. വെള്ളി, ശനി ദിവസങ്ങളിൽ മിക്കവാറും അദ്ദേഹം നാട്ടിലായിരിക്കും. ഇവിടെ വ്യാഴാഴ്ച സ്കൂട്ട് അദ്ദേഹം പ്ലെയിന് കയറുക, എന്നിട്ട് 2 ദിവസം അവിടെ പ്രസംഗിക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് തന്നെ വരികയാണ്. അങ്ങനെ അദ്ദേഹം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിന് ജനങ്ങൾക്ക് വല്ലാത്തൊരു വശ്യശക്തിയുമുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 10,000-ങ്ങളാണുള്ളത്. പക്ഷെ അദ്ദേഹം വളരെ വിനയാന്വിതനാണ്. വല്ലാത്തൊരു വിനയമാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന് പെരുമാറുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിനയമാണ്. സാധാരണ ഇത്രയും പ്രശസ്തരായ ആളുകളിൽ ബഹുഭൂരിഭാഗത്തിലും കാണാത്തൊരു വിഷയമാണത്. വല്ലാത്തൊരു അഹംഭാവികളായി അല്ലേ, കുറെ ആളുകൾ എന്റെ പിന്നീട് കാണുമ്പോൾ വല്ലാത്ത അഹംഭാവം ഉണ്ടാവും പലർക്കും. അദ്ദേഹം അതല്ല. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടുന്തോറും അദ്ദേഹത്തിന് വിനയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ വല്ലാത്തൊരു സ്നേഹമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന് വല്ലാത്തൊരു ഒരു ഒരു വശീകരണ ശക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കാരണം ധാരാളം യുവാക്കള് മോശമായി ജീവിച്ചിരുന്ന പല ആളുകളും സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയുന്ന വിഷയമാണ്. അത് നിങ്ങളുമായി ഞാൻ ഒരിക്കൽ കൂടി പങ്കുവെച്ചു. ഞാൻ ഇന്ന് മൈക്കെടുക്കാൻ ഉദ്ദേശിച്ചതായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തിരുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കേട്ടത്, അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാനിതിന് മുമ്പ് അദ്ദേഹം ലണ്ടനിലായിരുന്ന സമയത്ത് 1-2 പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അപ്പൊ ഒക്കെ എന്നെ വല്ലാതെ എനിക്കിതിന് മുമ്പ് ഒരാൾ PM ചെയ്തൊരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒരിക്കൽ ഞാൻ PM വായിച്ചതല്ലേ, ഇവിടെ ഒരാൾ മക്കയിൽ നിന്ന് എനിക്ക് PM ചെയ്തിരുന്നു. ഉസ്താദെ, ഞാൻ ഇന്ന് ഹറമിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി കുറെ ദുആ ചെയ്തു. അപ്പോൾ എനിക്കിങ്ങനെ കരച്ചിൽ വന്നു. പിന്നെ സിംസാറിലെ ഹക്ക് ഹുദവിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ആ കരച്ചിൽ അത് അത് തേങ്ങലായി മാറിയെന്നോ വല്ലാത്ത അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന് വേണ്ടി ധാരാളം ആളുകൾ അദ്ദേഹം അറിയാതെ ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഇൽമില് വർധനവും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഈ മുസ്ലിം ഉമ്മത്തിന് ഉപകാരം നൽകട്ടെ. ധാരാളം യുവാക്കൾക്ക് അദ്ദേഹം കാരണം അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുവാനും ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈദ് നേരത്തെ മൈക്ക് അദ്ദേഹം പറഞ്ഞില്ലേ, ശംസുദ്ദീൻ ഫൈദ് അദ്ദേഹം റൈസേന് ചെയ്തിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ മൈക്ക് കൈമാറുകയാണ്. അസ്സലാം.